മുൻ മേയർ സി ജയൻബാബുവിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാണ് CPM മുന്നോട്ട് പോകുന്നത്. എന്നാൽ അത് കണ്ട് മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതാണ് UDF തീരുമാനം. ഇന്നലെ വരെ മേയർ സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ടല്ലോ തിരുവനന്തപുരം കോർപ്പറേഷനിലും കേരളത്തിലെ കോർപ്പറേഷനുകളിലും ഒരു പാർട്ടിയും മത്സരിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ഒരു മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം പ്രഖ്യാപിക്കണമെന്ന് വാശി പിടിക്കാം ആരെങ്കിലും. അതിനിടെ 2 ദിവസത്തെ ചർച്ചയിലൂടെ സീറ്റ് ചർച്ച ഏറെക്കുറെ പൂർത്തിയായി. മുസ്ലിം ലീഗ് 5, JDU 4, കേരള കോൺഗ്രസ് 3, CMP 3 എന്നിവ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. കോൺഗ്രസും ലീഗും ഉൾപ്പെടെ എല്ലാ പാർട്ടികളുടെയും സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജനത്തിൽ കാര്യമായ ഒരു പുനർചിന്തനത്തിന് ഇട നൽകുന്ന വിധത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കക്ഷികൾ ഓരോരുത്തരും അവരുടെ ഡിമാൻഡുകളും ചർച്ചകളും നടത്തി വരുന്നത്. RSPയുമായുള്ള ചർച്ച പൂർത്തിയാക്കി ഇന്നത്തോടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് UDF ആലോചിക്കുന്നത്. സിറ്റിംഗ് സീറ്റുകൾ വനിതാ സംവരണമായതോടെ പല പ്രമുഖരും സീറ്റ് തേടി നെട്ടോട്ടത്തിലാണ്. KPCC ഭാരവാഹികൾ ഉൾപ്പെടെ പ്രമുഖരെ രംഗത്തിറക്കാനും ആലോചിക്കുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.